ബ്രഹ്മപുരത്തെ വീഴ്ചയ്ക്ക് കനത്ത പിഴ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് തിരിച്ചടി. കോർപ്പറേഷന് 100 കോടി പിഴയിട്ട് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഉത്തരവ് പുറത്തിറക്കി. നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കൊച്ചി മേയർ അറിയിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് 1 മാസത്തിനുള്ളിൽ പണം അടയ്ക്കണമെന്നാണ് ഉത്തരവിലെ നിർദ്ദേശം. പണം തീപിടുത്തത്തിന്റെ ഇരകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മറ്റ് പരിഹാര നടപടികൾക്കും ഉപയോഗിക്കണം. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം എന്തുകൊണ്ട് സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും NGT ചോദിച്ചു. മാരകമായ അളവിൽ വായുവിലും പരിസരത്തെ ചതുപ്പിലും വിഷപദാർത്ഥങ്ങൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കിയ ട്രൈബ്യൂണൽ ഭാവിയിൽ സുഗമമായി പ്രവർത്തിക്കുന്ന മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കണമെന്നും നിർദ്ദേശിച്ചു. ഉത്തരവിനെതിരെ അപ്പീൽ പോകുമെന്ന് കൊച്ചി മേയർ M. അനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. വിശദമായ വാദം ഇന്നലെ നൽകിയിരുന്നില്ലെന്നും മേയർ പറഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹിയറിംഗ് നടത്തിയതിനു ശേഷമായിരിക്കും വിധി എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇന്നലെ വളരെ ലേറ്റ് നൈറ്റ് ആയിട്ടാണ് ഈ ഓർഡർ വന്നിട്ടുള്ളത്. ഈ ഓർഡർ നിയമപരമായി സ്വാഭാവികമായും നമുക്ക് ചാലഞ്ച് ചെയ്യേണ്ടി വരും. അതല്ലാതെ വേറെ മാർഗമില്ല. സ്വമേധയായി എടുത്ത കേസാണെന്നും അപ്പീൽ പോയാലും അനുകൂലമാകാൻ സാധ്യതയില്ലെന്നും മുൻ മേയർ ടോണി ചെമ്മണി പ്രതികരിച്ചു. കൊച്ചി കോർപ്പറേഷന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പിഴ വലിയ തടസ്സമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തുക കൊച്ചി കോർപ്പറേഷൻ പോലത്തെ ഒരു ലോക്കൽ ഗവൺമെന്റിന് നഗരത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വലിയ തടസ്സമാവും. അതും വരുത്തിവെച്ച വിനയാണെങ്കിൽ പോലും അത് അനുഭവിക്കാൻ പോകുന്നത് ഈ നഗരത്തിലെ 6 ലക്ഷത്തോളം ജനങ്ങളാണ് എന്നതാണ് ഇക്കാര്യത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥ. ട്രൈബ്യൂണൽ ഉത്തരവിനെ ഗൗരവത്തോടെ കാണുന്നതായി മന്ത്രി MB രാജേഷും പ്രതികരിച്ചു. വിശദമായിട്ട് പഠിച്ച ശേഷം നിയമപരമായ ഉചിതമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കും. സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റുക തന്നെ ചെയ്യും. തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയായി എടുത്ത കേസിൽ 500 കോടി പിഴ ഈടാക്കുമെന്ന് ഇന്നലെ ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിന്റെ സത്യവാങ്മൂലം പരിഗണിച്ച ശേഷം രാത്രിയോടെ പിഴ വിധിച്ച് ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചി കോർപ്പറേഷന് പിഴ ചുമത്തിയതിനെക്കുറിച്ച് പരിശോധിച്ച ശേഷം മറുപടി പറയാമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അല്ല, അത് സംബന്ധിച്ച് പരിശോധിച്ചിട്ടേ പറയാൻ സാധിക്കുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ പത്രത്തിൽ തന്നെയും ആ വാർത്ത പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഇനിയിപ്പോൾ വന്ന കാര്യം വെച്ച് പരിശോധിക്കാം എന്താണ്. നിയമസഭയിലെ പ്രതിഷേധത്തിന്റെ പേരിൽ CPM കേന്ദ്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ അപമാനിക്കുന്നതായി വടകര MLA KK രമ. ബാലുശ്ശേരി MLA സച്ചിൻ ദേവിനെതിരെ സ്പീക്കർക്കും സൈബർ സെല്ലിനും KK രമ പരാതി നൽകി. ഇല്ലാത്ത പൊട്ടലിനാണ് പ്ലാസ്റ്റർ ഇട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. എന്നാൽ തന്റെ ചികിത്സ സംബന്ധിച്ച വ്യക്തിവിവരങ്ങൾ ചോരുന്നത് ഗുരുതരമായി കാണണമെന്നായിരുന്നു KK രമയുടെ പ്രതികരണം. നിയമസഭയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് KK രമ MLAയുടെ ഫോട്ടോ ഉപയോഗിച്ച് സച്ചിൻ ദേവിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റാണ് പരാതിക്ക് കാരണം. KK രമയുടെ കൈക്ക് പരിക്കില്ലെന്നും കൈയിലെ കെട്ട് വ്യാജമാണെന്നും സൂചന നൽകുന്ന രീതിയിലായിരുന്നു പോസ്റ്റ്. ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളും MLAയെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. തനിക്ക് അപമാനമുണ്ടാക്കുന്ന വിധത്തിലുള്ള പോസ്റ്റുകൾ MLA പ്രചരിപ്പിക്കുന്നതായും ഇതിനെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് രമ സ്പീക്കർക്കും സൈബർ പോലീസിനും പരാതി നൽകിയത്. പോസ്റ്റ് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. അവരുടെ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ആരോഗ്യ വകുപ്പ്. തീർച്ചയായിട്ടും മറുപടി പറയേണ്ടത് അവരാണ്. അതിനുശേഷം മറ്റ് നടപടിയിലേക്ക് ആലോചിക്കും. തന്റെ ചികിത്സാ വിവരങ്ങൾ CPM നേതാക്കൾക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്നും ചികിത്സ സംബന്ധിച്ച വിവരങ്ങൾ ചോരുന്നത് ഗുരുതരമായി കാണണമെന്നും KK രമ. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ എനിക്കറിയില്ല. യഥാർത്ഥത്തിലാണോ വ്യാജമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അതെങ്ങനെ പുറത്തുപോയി? അതേസമയം സച്ചിൻ ദേവിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തി. അത് ഈ പൊട്ടും പൊട്ടില്ലായ്മയെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റാൻ പാടില്ലാത്തതാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു ഉപകരണമായിട്ട് ഈ പൊട്ടിയ കൈ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. ഇതാദ്യമായാണ് ഒരു MLAക്കെതിരെ മറ്റൊരു MLA സൈബർ സെല്ലിൽ പരാതി നൽകുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സഭാസ്തംഭനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രതിപക്ഷം. സഭ നടക്കണമെന്നാണ് ആഗ്രഹം. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയാണ് മുൻകൈ എടുക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അല്ല, പിന്നെ തീർച്ചയായിട്ടും എപ്പോഴും ഓപ്പൺ അല്ലേ. നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിടിവാശിയൊന്നുമില്ലല്ലോ. ഞങ്ങളുടെ ഈ ആഗ്രഹം നിയമസഭ കൂടണം. ഞങ്ങൾക്ക് സർക്കാരിനെ ജനകീയ വിചാരണ നടത്താൻ കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് ഏത് ചർച്ചയ്ക്ക് എപ്പോഴും തയ്യാറാണ്. സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത്.
അതേസമയം സഭ നടത്തണമെന്ന് പ്രതിപക്ഷത്തിന് ആഗ്രഹമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടാണല്ലോ സ്തംഭിക്കുന്നത്. അത് പ്രതിപക്ഷത്തിന് ഒത്തിരി അവർക്ക് ഈ നിയമസഭ കൂടണമെന്നില്ല. കാരണം അജണ്ട അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴൊന്നുമില്ല. ആകെയുള്ള ഒരു പ്രശ്നം അവർ തമ്മിൽ വലിയ പ്രശ്നമാണ്. അത് മുസ്ലിം ലീഗിനും പ്രശ്നമുണ്ട്, കോൺഗ്രസിന് പ്രത്യേകിച്ചും പ്രശ്നമുണ്ട്, പ്രസിഡന്റിനെ പറ്റിയുള്ള പ്രശ്നമുണ്ട്. പ്രസിഡന്റ് എന്താ പറഞ്ഞതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനും പിടുത്തില്ല, കോൺഗ്രസിനും പിടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതൊക്കെ മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മറയായിട്ടാണ് അസംബ്ലിയിൽ അക്രമവും പ്രശ്നങ്ങളും ഒക്കെ അരങ്ങേറ്റുന്നത്. ബ്രഹ്മപുരം വിഷയത്തിൽ പ്രസ്താവന നടത്താനിരിക്കെയായിരുന്നു പ്രതിപക്ഷം നിയമസഭയിൽ പ്രശ്നമുണ്ടാക്കിയതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ബ്രഹ്മപുരം എന്ന ആയുധം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടുകൂടി നഷ്ടപ്പെടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് പുതിയ ആയുധം തേടുന്നത്. അപ്പം അത്ര സങ്കുചിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പ്രതിപക്ഷം പുലർത്തുന്നത് ശരിയാണോ എന്നുള്ളത് അവർ ആലോചിക്കേണ്ടതാണ്. പ്രശ്നങ്ങളിൽ വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി VN വാസവൻ പ്രതികരിച്ചു. അതവിടെ ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നാളെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയുണ്ട്. അത് പരസ്പരം കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരും. അപ്പോൾ ഇതിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നത്തെ എല്ലാം മെറിറ്റ് അടിസ്ഥാനത്തിൽ വിലയിരുത്തി സ്പീക്കർ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. സഭാസ്തംഭനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് എന്തായാലും പ്രതിപക്ഷം അറിയിച്ചിരിക്കുകയാണ്. സഭ നടക്കണമെന്ന് തന്നെയാണ് അവരുടെയും ആഗ്രഹം. സഭാ നടപടികളുമായി സഹകരിക്കുമെന്നും പ്രതിപക്ഷം അറിയിച്ചിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ മുൻകൈ എടുക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രധാനമായും ബ്രഹ്മപുരം വിഷയത്തിലടക്കം സഭ സ്തംഭിക്കുന്ന സംഭവങ്ങളാണ് നടന്നത്. സഭാ നടപടികൾ നടക്കുന്നതേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മന്ത്രി K രാധാകൃഷ്ണൻ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയതും സഭാ നടപടികൾ മുന്നോട്ടു പോകാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചതും. അതിനു പിന്നാലെ ഈ മുഖ്യമന്ത്രി VD സതീശനുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള സൂചനകളും റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇപ്പോൾ VD സതീശനും വ്യക്തമാക്കിയത് അതുതന്നെയാണ്. സഹകരിക്കാൻ തയ്യാറാണ്, മുഖ്യമന്ത്രിയാണ് ഈ വിഷയത്തിൽ മുൻകൈ എടുക്കേണ്ടത് എന്നുള്ളത്. മുഖ്യമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴി തെളിയുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? സഭയിൽ സംഘർഷം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് സ്പീക്കർ വിളിച്ച യോഗം നടന്നിരുന്നു. പക്ഷേ അതിൽ ഇത്തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് മുഖ്യമന്ത്രി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സഭയുമായി അല്ലെങ്കിൽ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ കഴിയില്ല, പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഏറ്റവും അവസാനം, അതായത് വെള്ളിയാഴ്ച നടന്ന നിയമസഭാ സമ്മേളനത്തിലും ഇന്നലെ നടന്ന നിയമസഭാ ദിവസവും അതേ നിലപാട് പ്രതിപക്ഷം സ്വീകരിച്ചു. പ്രതിപക്ഷ നടപടികൾ ആരംഭിച്ച് ഏകദേശം 8 മിനിറ്റിൽ തന്നെ സഭ പൂർണ്ണമായി നടപടികൾ പൂർത്തിയാക്കി പിരിയേണ്ട ഒരു സാഹചര്യം വന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇപ്പോൾ ഒരു സമവായ ചർച്ചകളിലേക്ക് സർക്കാരും ആലോചിക്കുന്നത്. തിങ്കളാഴ്ച നിയമസഭ ചേരുന്നതിന് മുൻപ് തന്നെ പ്രതിപക്ഷവുമായി ഒരു സമവായം ഉണ്ടാക്കുക എന്നുള്ള ഒരു ആലോചന സർക്കാരിനുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഒരുപക്ഷെ നേരിട്ട് പ്രതിപക്ഷ നേതാവുമായി ചർച്ച നടത്താൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ചർച്ച. അതേസമയം സഭയുമായി അല്ലെങ്കിൽ സഭാ നടപടികളുമായി സഹകരിച്ചു പോകാൻ തയ്യാറാണ് എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞു. എന്തായാലും പ്രതിപക്ഷ നേതാവിന് ഇത്തരത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇതിനൊരു മുൻകൈ എടുക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇതിനൊരു യോഗം വിളിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത്. തുടർച്ചയായ ദിവസങ്ങളിൽ സഭാ നടപടികൾ പൂർണ്ണമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് സഭയിലുണ്ടായത്. ആദ്യ ദിവസം, അതായത് ബ്രഹ്മപുരം വിഷയം രണ്ടാം ദിവസവും കൊണ്ടുവന്ന സമയത്ത് അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആദ്യം സഭാ നടപടികൾ പൂർണ്ണമായി തടസ്സപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 16 വയസ്സുള്ള പെൺകുട്ടിക്ക് നേരെ നടന്ന ആക്രമണം, അത് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം തുടർച്ചയായ രണ്ടാം ദിവസം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു. എന്നാൽ അത് ആ നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. അങ്ങനെ തുടർച്ചയായി 2 ദിവസം അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ പോലും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഒരു വലിയ സംഘർഷത്തിലേക്ക് നിയമസഭ പോയത്. ശേഷമാണ് സ്പീക്കറുടെ ഓഫീസിലേക്ക് മുൻപ് കേൾവിയില്ലാത്ത രീതിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ മാർച്ച് നടത്തുകയും ആ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത്. അതേ തുടർന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾക്കും വാച്ചാൻ വാർഡുകൾക്കും പരിക്കേൽക്കുകയും തുടർന്ന് സഭ തുടർന്നുള്ള 2 ദിവസവും സഭ സ്തംഭിക്കുകയും ചെയ്തത്. എന്തായാലും
ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്ത് സമവായം ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം തുടർച്ചയായ 2 ദിവസവും ചോദ്യോത്തരം പോലും നടക്കാത്ത ഒരു സാഹചര്യമുണ്ട്. സഭാംഗങ്ങളുടെ ഒരു അവകാശമാണ് ചോദ്യോത്തരം വേളയിൽ പങ്കെടുക്കുക, അതിൽ അംഗങ്ങൾക്ക് ചോദിക്കേണ്ട ഉപചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. അതോടൊപ്പം സബ്മിഷൻ, ശ്രദ്ധ ക്ഷണിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങളും നടത്താനാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഒരുപക്ഷെ ചോദ്യോത്തരം തുടർച്ചയായ 2 ദിവസം റദ്ദാക്കുകയും സബ്മിഷൻ കൂടാതെ തുടർന്നുള്ള ശ്രദ്ധ ക്ഷണിക്കൽ അടക്കമുള്ള നടപടികൾ 4 ദിവസമായി തടസ്സപ്പെട്ട നിലയിലാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇനി ഒരു സമവായം എന്നുള്ള നിലയിലേക്ക് സർക്കാരും ആലോചിക്കുന്നത്, പ്രതിപക്ഷവും അതിന് തയ്യാറാകുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷത്തിൽ നിയമപരമായി നീങ്ങാൻ അധ്യാപകർ. ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനാണ് നീക്കം. അധ്യാപകരെ പൂട്ടിയിട്ടുള്ള സമരരീതി അംഗീകരിക്കുന്നില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അധ്യാപകരെ പൂട്ടിയിട്ടിട്ടില്ലെന്നാണ് SFIയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് സംസ്ഥാന സെക്രട്ടറി PM അർഷോ പ്രതികരിച്ചു. തിരുവനന്തപുരം ലോ കോളേജിൽ അധ്യാപകരെ പൂട്ടിയിട്ട സംഭവത്തിന് പിന്നാലെ നിലപാട് കടുപ്പിച്ച് അധ്യാപകർ. സർക്കാർ ലോ കോളേജുകളിൽ പഠിപ്പിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കി നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്തമായി ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യാനാണ് അധ്യാപകരുടെ ആലോചന. തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അധ്യാപകർ നിയമപരമായി നീങ്ങാൻ ആലോചിക്കുന്നത്. അധ്യാപകരെ പൂട്ടിയിട്ടു എന്ന് പറഞ്ഞത് മാധ്യമങ്ങളല്ലേ എന്ന് ചോദിച്ച CPM സംസ്ഥാന സെക്രട്ടറി അത്തരം സമരരീതികളോട് യോജിപ്പില്ലെന്നും തുറന്നടിച്ചു. ഞങ്ങൾ ആ രീതിയിലുള്ള സമരത്തിന് അംഗീകാരം കൊടുക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ജനാധിപത്യ രീതിയിലാണ് എല്ലാ സമരവും നടക്കേണ്ടത്. തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയെയും നമ്മൾ വെച്ച് പൊറപ്പിക്കുന്ന നില സ്വീകരിക്കും. എന്നാൽ SFI പ്രവർത്തകർ അധ്യാപകരെ പൂട്ടിയിട്ടിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അധ്യാപകർ കൂട്ടുനിൽക്കുന്നുവെന്നുമാണ് SFI നേതൃത്വത്തിന്റെ വിശദീകരണം. പ്രിൻസിപ്പൽ ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പിന്റെ തീയതി മാറ്റുകയും SFIയുടെ പരാതിക്ക് പുറത്തുള്ള 6 KSUവിന്റെ പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്യുകയും അതിന്റെ കൂടെ തന്നെ ഒരു അന്വേഷണത്തിന്റെയും അടിസ്ഥാനമില്ലാതെ ഒരു തരത്തിലുള്ള കാരണവും ബോധ്യപ്പെടുത്താതെ 24 വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്യുന്ന നിലയുണ്ടായി അനിശ്ചിതകാലത്തേക്ക്. ക്യാമ്പസിനകത്ത് സമരവുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷ്വലുകൾ ഉൾപ്പെടെ ഞങ്ങളുടെ കൈവശമുണ്ട്. ഒരു തരത്തിലുള്ള അക്രമ പ്രവർത്തനവും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അധ്യാപകരെ തടഞ്ഞുവെച്ചതിന് കണ്ടാലറിയാവുന്ന 50-ലധികം പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ദുർബല വകുപ്പുകൾ ചേർത്ത് കേസെടുത്തുവെന്നാണ് ആരോപണം. ന്യൂസ് 18 തിരുവനന്തപുരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് വൈകിട്ട് സമാപനം. ഫെബ്രുവരി 20-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്ന് ആരംഭിച്ച യാത്ര സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളും പിന്നിട്ടാണ് 28ാം ദിവസം സമാപിക്കുന്നത്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനം CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം നടത്തിയ ആദ്യ യാത്ര വിജയമായിരുന്നെന്നാണ് CPM വിലയിരുത്തൽ. VV വിനോദിന്റെ റിപ്പോർട്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയുടെ സമാപന സമ്മേളനം നടക്കുന്നത് പുത്തരിക്കണ്ടം മൈതാനിയിലാണ്. ഇവിടെ ഇപ്പോൾ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ സമാപന സമ്മേളനം ആരംഭിക്കുക. സീതാറാം യെച്ചൂരി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരി 20-ന് കാസർഗോഡ് കുമ്പളയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. അതിനുശേഷം 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നു വന്നു. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായ ശേഷമുള്ള ആദ്യത്തെ ഒരു കേരള പര്യടനമാണ്. സംഘടനാ സംവിധാനത്തിൽ സെക്രട്ടറിയുടെ ഒരു നിലപാടുകളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും വിശദീകരിക്കുന്ന ഒരു യാത്ര കൂടിയായി ഇത് മാറി. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ നയങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഒരു സന്ദേശം, അതോടൊപ്പം പ്രതിപക്ഷം സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നീക്കങ്ങൾ നടത്തുന്നു, ഇത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുക എന്നതായിരുന്നു യാത്രയുടെ ലക്ഷ്യം. യാത്രയുടെ ഭാഗമായി ചില വിവാദങ്ങളും ഉയർന്നു വന്നു. അതിലാദ്യത്തേത് EP ജയരാജൻ യാത്രയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന നിലയ്ക്കുള്ള ചർച്ചകളായിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ചില ആശങ്കകൾ നിലനിന്നിരുന്നു. പിന്നീട് തൃശ്ശൂരിൽ അദ്ദേഹം പങ്കെടുത്തതോടുകൂടി ആ വിവാദത്തിന് വിരാമമായി. പിന്നീട് ഇപ്പോൾ നിയമസഭയിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ, MLA-മാർ തമ്മിലുള്ള തർക്കങ്ങൾ, ഇതിൻ്റെ പേരിലുള്ള പോലീസ് കേസ്, ഇക്കാര്യങ്ങളിലൊക്കെയും പാർട്ടി സെക്രട്ടറിക്ക് യാത്രയിൽ വിശദീകരിക്കേണ്ടി വന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമായി. പിന്നീട് യാത്രയിൽ മൈക്ക് ഓപ്പറേറ്ററോട് കയർത്തു എന്നതടക്കമുള്ള ചെറുതും വലുതുമായ ചില വിവാദങ്ങൾ അതൊക്കെയും ഉണ്ടെങ്കിലും അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു യാത്രയുടെ ഉദ്ദേശം. അത് വിജയിച്ചു എന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്.
പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ മുസ്ലിം ലീഗിന്റെ നിർണായക സംസ്ഥാന കൌൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷം ചേരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിന്റെയും PMA സലാമിന്റെയും പേരുകളാണ് പരിഗണിക്കപ്പെടുന്നത്. PMA സലാമിനായി PK കുഞ്ഞാലിക്കുട്ടിയും MK മുനീറിനായി ET മുഹമ്മദ് ബഷീറും KP മജീദുമാണ് രംഗത്തുള്ളത്. ഉന്നതാധികാര സമിതി അല്പസമയത്തിനകം ചേരും. അതിനിടെ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അച്ചടക്ക സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് നടപടിയെടുത്തത്. അശ്വിൻ വല്ലത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ വല്ലത്ത്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളതിന് ഉത്തരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. എന്തായാലും പാണക്കാട് കുടുംബത്തിന്റെയും അതോടൊപ്പം മുതിർന്ന നേതാക്കളുടെയും പിന്തുണയുള്ള MK മുനീർ തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് വരുമെന്നല്ലേ പ്രതീക്ഷിക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ ഹംസയെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ആര്യ, നിലവിലെ കൌൺസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ യോഗത്തിൽ PMA സലാമും അതേപോലെ തന്നെ സാദിഖ് അലി തങ്ങളും സംസാരിച്ചത്. PMA സലാമിന്റെ പ്രസംഗത്തിൽ KM സംസ്ഥയ്ക്കെതിരായ നടപടിയും അതിൽ മുസ്ലിം ലീഗിന്റെ നിലപാടുകളും ഉണ്ടായിരുന്നു. പാണക്കാട്ടെ കോടതിയാണ് സുപ്രീം കോടതിയേക്കാളും ഹൈക്കോടതിയേക്കാളും വലിയ കോടതി. അതുകൊണ്ട് അതിനു മുകളിലേക്ക് പോകാൻ ആരും ശ്രമിക്കേണ്ട, അങ്ങനെ ശ്രമിച്ചവർ ഇനി പാർട്ടിക്കുള്ളിൽ ഉണ്ടാവില്ല എന്നുള്ള വ്യക്തമായ സൂചന PMA സലാം നൽകി. അതിന് പിന്നാലെ സംസാരിച്ച സാദിഖ് അലി തങ്ങൾ ഈ യോഗത്തിൽ തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, പക്ഷേ ഈ ചിലർക്കെങ്കിലും അതൃപ്തി കാണും. ആ അതൃപ്തി മാറ്റിവെക്കുക, എല്ലാ തീരുമാനങ്ങളും പാർട്ടിക്ക് വേണ്ടിയാണ് എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ള വ്യക്തമായ സന്ദേശവും സാദിഖ് അലി തങ്ങൾ നൽകി. പക്ഷേ ഇപ്പോഴും MK മുനീറിന് വേണ്ടിയും PMA സലാമിന് വേണ്ടിയുമുള്ള ചരടുവലികൾ ഇപ്പോഴും നടക്കുകയാണ്. കാരണം PMA സലാമിന് വേണ്ടി PK കുഞ്ഞാലിക്കുട്ടിയും അതേപോലെ MK മുനീറിന് വേണ്ടി ET മുഹമ്മദ് ബഷീറിനെയും KP മജീദിനെയും പോലുള്ള മുതിർന്ന നേതാക്കളും നിലകൊള്ളുന്നു. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഏതായാലും അവസാന വാക്ക് സാദിഖ് അലി തങ്ങളുടെ തന്നെയായിരിക്കും. ഇത് സംബന്ധിച്ച് ഇരുപക്ഷത്തിനും ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതിനു മുൻപ് നമ്മളോട് സംസാരിച്ചപ്പോൾ ഇരുപക്ഷത്തെ നേതാക്കൾ അവരുടെ ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നു. കാരണം MK മുനീറിന് നിരവധി സാധ്യത, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് ഉന്നതാധികാര സമിതിയിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണ, അതേപോലെ തന്നെ CHന്റെ മകൻ, അങ്ങനെ നിരവധി ഘടകങ്ങൾ MK മുനീറിന് അനുകൂലമായിട്ടുണ്ട്. മറുവശത്ത് PMA സലാമിന് ഒപ്പമാണ് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളും എന്നുള്ളത് PMA സലാം ഗുണപരമായി കാണുന്നു. മാത്രമല്ല ഈ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്താമെന്ന് കണക്കൂട്ടുന്നു. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നു. പക്ഷേ 3 പതിറ്റാണ്ടിന് ശേഷം ഈ മലപ്പുറം ജില്ലയ്ക്ക് പുറത്തേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം വരണം എന്നുള്ളൊരാവശ്യമാണ് MK മുനീറിന് വേണ്ടി വാദിക്കുന്നവർ ഉയർത്തുന്നത്. നേരത്തെ കുഞ്ഞാലിക്കുട്ടി ആയാലും KP മജീദ് ആയാലും PMA സലാം ആയാലും ഇവരൊക്കെ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു. ഇതിനപ്പുറത്തേക്ക് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിൽക്കുന്ന കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പരിഗണന കൊടുക്കണം. മാത്രമല്ല CHന്റെ മകൻ എന്നുള്ള നിലയ്ക്ക് MK മുനീറിന് ഒരു അവസരം നൽകണം എന്നുള്ള ഒരു ആവശ്യം വളരെ ശക്തമാണ് പാർട്ടിക്കുള്ളിൽ. മാത്രമല്ല PMA സലാമിനെതിരെ പല എതിർപ്പുകളും പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഈ സാധ്യതകളൊക്കെ പരിശോധിച്ചാൽ MK മുനീറിന് സാധ്യതകളുണ്ട്. പക്ഷേ അപ്പോഴും സാദിഖ് അലി തങ്ങളുടെ നിലപാട് തന്നെയായിരിക്കും ഏറ്റവും അന്തിമം. ഇക്കാര്യത്തിൽ ഈ മുതിർന്ന നേതാക്കളുടെ പിന്തുണയും CHന്റെ മകൻ എന്നുള്ളൊരു പരിഗണനയും ലഭിക്കുകയാണെങ്കിൽ MK മുനീർ ജനറൽ സെക്രട്ടറി ആയിരിക്കും. അല്ലെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ പിന്തുണയും അദ്ദേഹം ഇന്നലെ മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മർദ്ദ ശ്രമങ്ങളും ഫലം കാണുകയാണെങ്കിൽ PMA സലാമായിരിക്കും ജനറൽ സെക്രട്ടറി. ഏതായാലും മുസ്ലിം ലീഗിന്റെ പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമറിയാൻ ഇനിയും മണിക്കൂറുകൾ ബാക്കി. 3 മണിക്കാണ് പുതിയ സംസ്ഥാന കൌൺസിൽ ചേരുക. ആ കൌൺസിലിൽ വെച്ച് സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിക്കും പുതിയ ഭാരവാഹികളെ. അതിലാണ് അറിയുക പുതിയ ഭാരവാഹികൾ ആര് എന്നുള്ള കാര്യത്തിൽ. ഏതായാലും സാദിഖ് അലി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ, നിലവിലെ കൌൺസിൽ യോഗത്തിലെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ വ്യക്തമായ സൂചനകൾ നൽകി കഴിഞ്ഞു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല, പക്ഷേ ചിലരെങ്കിലും ഇത് പാർട്ടിക്ക് വേണ്ടിയാണ് തീരുമാനങ്ങൾ എന്നുള്ള കാര്യം ഉൾക്കൊള്ളേണ്ടി വരും. അങ്ങനെ തീരുമാനങ്ങൾ ഉൾക്കൊണ്ട് മാത്രമേ ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള വ്യക്തമായ സന്ദേശം സാദിഖ് അലി തങ്ങൾ ഈ നിലവിലെ കൌൺസിൽ യോഗത്തിൽ നൽകിക്കഴിഞ്ഞു. നിലവിലെ കൌൺസിൽ യോഗം നടക്കുകയാണ്. വിവിധ റിപ്പോർട്ടുകളുടെ അവതരണമുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് പുതിയ കൌൺസിൽ ചേരുക. ആര്യ, അശ്വിൻ, MK മുനീറിന് തന്നെയാണ് ഈ ഒരു നറുക്ക് വീഴുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഭരണസിരാ കേന്ദ്രങ്ങളിലെ പാർട്ടിയുടെ സമവാക്യങ്ങൾ പൊളിച്ചെഴുതപ്പെടുകയാകില്ലേ പിന്നീട് അങ്ങോട്ട്? അത്തരത്തിൽ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തിലെ മാറ്റത്തിനൊന്നും ആ തരത്തിലുള്ള സാധ്യതകളൊന്നുമില്ല. പക്ഷേ MK മുനീർ ഭാരവാഹി സ്ഥാനത്തേക്ക് വന്നാൽ, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 പതിറ്റാണ്ടായി തുടരുന്ന PK കുഞ്ഞാലിക്കുട്ടി എന്ന ശക്തി കേന്ദ്രം, ഇതിൽ മുസ്ലിം ലീഗിലെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് അധികാരങ്ങൾ മാറുന്നു എന്നുള്ള നിലയ്ക്ക് ആ തരത്തിൽ ഉള്ള മാറ്റങ്ങൾ വരും. അത് മുസ്ലിം ലീഗിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കാവുന്ന തരത്തിലുള്ള ഒരു മാറ്റം തന്നെയായിരിക്കും. കാരണം നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും
ആയിരുന്നപ്പോഴും ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആയിരുന്നു മുസ്ലിം ലീഗിലെ അധികാര തീരുമാനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ നിയന്ത്രിച്ചു പോന്നിരുന്നത്. പക്ഷേ ഈ കുറി ഈ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി എം.കെ. മുനീറിലേക്ക് ജനറൽ സെക്രട്ടറി സ്ഥാനം എത്തുകയാണെങ്കിൽ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെയായിരിക്കും. പക്ഷേ അത്തരം ഒരു മാറ്റത്തിന് സാദിഖ് അലി തങ്ങൾ യെസ് മൂളുമോ അല്ലെങ്കിൽ അത്തരം ഒരു മാറ്റത്തിലേക്ക് സാദിഖ് അലി തങ്ങൾ അതിന് പച്ചക്കൊടി കാണിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം സാദിഖ് അലി തങ്ങളുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ അന്തിമമായിരിക്കുക. ഇന്നലെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മത്സരിക്കുക എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ രീതിയല്ല, അങ്ങനെ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോവില്ല. ഐക്യകണ്ഠമായി തന്നെ ഈ കാര്യത്തിൽ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും എന്ന് സാദിഖ് അലി തങ്ങൾ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമം. പക്ഷേ സാദിഖ് അലി തങ്ങൾ ആർക്കൊപ്പം നിൽക്കും? ഈ മുതിർന്ന നേതാക്കളായ ഇ.ടി. മുഹമ്മദ് ബഷീർ, അതേപോലെ തന്നെ കെ.പി.എ. മജീദ്, അബ്ദുൾ വഹാബ് തുടങ്ങിയവരുടെയൊക്കെ തന്നെ ഒരു നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുമോ, ഇനി അതല്ല പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇന്നലെ മുതൽ നടത്തുന്ന നീക്കങ്ങൾക്ക് വഴങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ആണ് ഇനിയൊരു നിർണായകമായ നീക്കം. അത് ആ കാര്യത്തിൽ എന്ത് തീരുമാനം അദ്ദേഹം സ്വീകരിക്കും എന്നതായിരിക്കും ഇനി ഭാരവാഹി ആര്, ഇനി ജനറൽ സെക്രട്ടറി ആര് എന്നുള്ള കാര്യത്തിലേക്ക്. തീർച്ചയായും എം.കെ. മുനീറോ പി.എം.എ. സലാമോ ആരാകും ജനറൽ സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ ഉത്തരവാകും. നിർണായക കൌൺസിൽ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അശ്വിൻ വെള്ളത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായുള്ള ചർച്ച ശരിവെച്ച് RSS. ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ ആവശ്യപ്രകാരമായിരുന്നു ചർച്ചയെന്ന് RSS പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ.കെ. ബാലറാം, പ്രാന്ത കാര്യവാഹ് P.N. ഈശ്വരൻ എന്നിവർ പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് ലീഗ് സിറ്റിംഗ് MLAയുമായി അടക്കം ചർച്ച നടന്നു. വിശാലമായ രാജ്യ താൽപര്യം മുന്നിൽ കണ്ട് എല്ലാവരുമായും ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. അല്ല, ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ചർച്ച ചെയ്തെന്ന് പറയുന്നത് ഒരു ഡെലഗേഷൻ ഡൽഹിയിൽ ചർച്ചയ്ക്ക് വേണ്ടി ഒരു മുസ്ലിം ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിലൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുണ്ടായിരുന്നു. അവരുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഒരു സംഘടനകളുമായിട്ടുള്ളൊരു ചർച്ചയായിരുന്നില്ല, ഒരു ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുമായിട്ടുള്ള ചർച്ചയായിരുന്നു. കേരളത്തിലും ഇസ്ലാം സമൂഹത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൗഹാർദ്ദം പുലർത്തുന്ന ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ഞാൻ മലപ്പുറം ജില്ലയിൽ 3 ദിവസം തുടർച്ചയായിട്ടുള്ള യാത്ര ചെയ്ത സമയത്ത് മുസ്ലിം നേതാക്കന്മാരെ കാണണം എന്നും പറഞ്ഞിട്ട് ഞാൻ 5-8 മുസ്ലിം നേതാക്കന്മാരെ കാണുകയുണ്ടായി. അപ്പോൾ അവരൊക്കെ ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ വർഗീയവാദികളല്ല, നിങ്ങളുമായിട്ട് സഹകരിക്കാനും സൗഹാർദ്ദം ആഗ്രഹിക്കുന്നു എന്നുള്ള ഇതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ചർച്ചയല്ല, ഒരു വ്യക്തിപരമായിട്ടുള്ള സമ്പർക്കം എന്നുള്ള രീതിയിൽ അത് നടക്കുന്നുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, വളരെ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു സംഭവമായിരുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി RSS ചർച്ച. അതിപ്പോൾ RSS വ്യക്തമാക്കുന്നത് ജമാഅത്തയുടെ ആവശ്യപ്രകാരം നടന്ന ഒരു ചർച്ചയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സിറ്റിംഗ് MLAയുമായി ലീഗിന്റെ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണല്ലേ? തീർച്ചയായും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട വളരെ വിശാലമായ ചർച്ച ഇക്കാര്യത്തിൽ നടന്നിരുന്നു. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ ഈ RSSന്റെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി സംഘടനാ തലത്തിൽ നടത്തിയ ഒരു ചർച്ചയല്ല ഡൽഹിയിൽ നടന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്ന ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കുന്നത്. മുസ്ലിം സംഘടനാ നേതൃത്വത്തിലുള്ള ആളുകൾ RSSുമായി ഒരു ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് ഈ ചർച്ച നടത്താറുണ്ടായ സംഘത്തിൽ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി കൂടി ഉണ്ടാവുകയായിരുന്നു ചെയ്തതെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളും ഇങ്ങോട്ട് ചർച്ചകൾ നടത്താൻ സന്നദ്ധമായി വന്നാൽ RSS ചർച്ചകൾക്ക് ഒരുക്കമാണ്. ദേശവിരുദ്ധ നിലപാടുള്ള സംഘടനകളുമായി മാത്രമാണ് മറിച്ചൊരു നിലപാട് സംഘടനയ്ക്കുള്ളൂ. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്നത് സംഘടനാപരമായ ചർച്ചയല്ല, ഭൗതിക നിലവാരത്തിലുള്ള ചർച്ചയാണ് എന്ന വിശദീകരണം നൽകുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ളവരുമായും ഇത്തരം ചർച്ചകൾ നടന്നുവെന്ന് RSS സ്ഥിരീകരിക്കുന്നു. മലപ്പുറത്ത് വെച്ചൊരു സിറ്റിംഗ് ലീഗ് MLAയുമായാണ് ചർച്ച നടന്നത് എന്നും ഈ RSS സ്ഥിരീകരിക്കുന്നു. ലീഗ് നിലവിലൊരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് ലീഗിനെ RSS അംഗീകരിക്കുന്നത്. വർഗീയമായ താല്പര്യങ്ങൾ പലപ്പോഴും ഉണ്ട് എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് ലീഗിനെ കണക്കാക്കുന്നതെന്നും പറയുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒപ്പം ഈ മുസ്ലിം ലീഗിനെ കരുതാൻ കഴിയില്ല എന്നും പറയുന്നു. നിലവിലുള്ള നിലപാടുകളിൽ നിന്നും വിരുദ്ധമായി ദേശവിരുദ്ധ നിലപാടുകളുമായി ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് പോയാൽ ചർച്ചകൾക്കുള്ള വാതിലുകൾ കൊട്ടിയടയ്ക്കും എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. എന്തായാലും RSS നേതാക്കൾ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാണ് നിലവിൽ, അതുകൊണ്ട് നിയമപരമായി അതിനൊരു ഹിന്ദു രാഷ്ട്രം
ആഘോഷമാക്കി മാറ്റേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുള്ള വിമർശനമായി ഈ RSS പറയുന്നു. ഒപ്പം സംസ്ഥാനത്ത് RSS വലിയൊരു ശക്തിയായി നിലനിൽക്കുമ്പോഴും അതിൻ്റെ ആനുപാതികമായൊരു വളർച്ചയും തെരഞ്ഞെടുപ്പിൽ ഒരു ഫലവും BJPക്ക് ഉണ്ടാവുന്നില്ല എന്നത് ഒരു വിമർശനമായും RSS നേതാക്കൾ പറയുന്നു. അത് സംഘടിതമായ വോട്ട് ബാങ്കുകളാണ് ഈ സംസ്ഥാനത്തെ ജനവിധിയെ നിർണായകമായി ബാധിക്കുന്നത്. ഒപ്പം രണ്ട് മുന്നണി സംവിധാനത്തിൽ ഊന്നിയാണ് ഈ കേരളത്തിലൊരു രാഷ്ട്രീയ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അതുകൊണ്ട് ഈ ബ്ലോക്കുകൾ അല്ലെങ്കിൽ ഈ തടസ്സങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതെന്നും RSS വ്യക്തമാക്കുന്നു. ആര്യ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രാജധാനി എക്സ്പ്രസിൽ വെച്ച് മദ്യം നൽകി മലയാളി വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച സൈനികൻ പിടിയിൽ. പത്തനംതിട്ട സ്വദേശി പ്രതീഷ് കുമാറിനെ ആലപ്പുഴ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. മണിപ്പാൽ സർവകലാശാല വിദ്യാർത്ഥിനിയാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടി. പത്തനംതിട്ട കടപ്ര സ്വദേശിയായ ഇയാൾ അവധിക്ക് നാട്ടിലേക്ക് വരുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ട് എറണാകുളത്തിനും ആലപ്പുഴയ്ക്കും ഇടയിൽ വെച്ചാണ് സംഭവം. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസ് മാർച്ച് 30-ന് പരിഗണിക്കും. വിധി പറയുന്ന തീയതി അന്ന് പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. ഈ മാസം ഒടുവിൽ വിധിയുണ്ടാകുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. തീർച്ചയായിട്ടും ഈ മാസം അവസാനം വിധി ഉണ്ടാകുമെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നും കോടതി അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം ഇത്രയും ബൃഹത്തായ ഒരു നിയമ നടപടിക്ക് ശേഷമുള്ളൊരു വിധിയാണ്. ഒട്ടനവധി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് വേണം ഈ വിധി കോടതി പൂർത്തിയാക്കി എഴുതുവാൻ. അതിനുള്ളൊരു കാലതാമസം എന്തായാലും അതിലുണ്ടാവും. അതിലും വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഓൾറെഡി നമ്മൾ മാധ്യമങ്ങളോട് ആ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. ഇന്ന് മിക്കവാറും വിധി പ്രസ്താവിക്കാനുള്ള സാധ്യത കുറവായിരിക്കുമെന്നും മാസാവസാനത്തോടു കൂടിയൊക്കെ തന്നെ അത് വിധി പറയാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതിൽ സർപ്രൈസുകളൊന്നുമില്ല. പ്രോസിക്യൂഷൻ ഇപ്പോഴും അത് ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പ്രതികളുടെ ആരോപണമാണ്. കൊലപാതകമല്ല, കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അവരുടെ ഇപ്പോൾ ഉള്ള ആരോപണം. നോക്കാം. തീർച്ചയായിട്ടും. വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിക്കെതിരായ KPCC പ്രസിഡന്റ് K സുധാകരന്റെ പരാമർശത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. K സുധാകരൻ നടത്തുന്നത് ഫ്യൂഡൽ ജീർണത നിറഞ്ഞ പദപ്രയോഗമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ജീർണമായ പദപ്രയോഗങ്ങളും പ്രശ്നങ്ങളുമാണ് ഓരോരുത്തരും, അത് പ്രതിപക്ഷ നേതാവായാലും അതുപോലെ തന്നെ KPCC പ്രസിഡന്റായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് പകരം വ്യക്തികളെ അധിക്ഷേപിക്കാനുള്ള ഫ്യൂഡൽ ജീർണതയുടെ പദപ്രയോഗങ്ങളല്ല ഉപയോഗിക്കേണ്ടത് എന്ന് ഞാൻ ഇന്നലെ കൃത്യമായിട്ട് വിശദീകരിച്ചു. KK രമയെ സംരക്ഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 51 വെട്ടുവെട്ടിയിട്ടും കലിയടങ്ങാത്തവരാണ് KK രമയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ആക്ഷേപത്തിന് MLA തന്നെ നേതൃത്വം നൽകുന്നു. സർക്കാർ ആശുപത്രിയിലാണ് രമ ചികിത്സ തേടിയത്. രമയുടെ പരിക്കിനെക്കുറിച്ച് ആരോഗ്യമന്ത്രി പറയട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടി കൊന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും KK രമയുടെ നേരെയുള്ള ആക്രോശവുമായിട്ട് വരികയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ MLAയുടെ നേതൃത്വത്തിൽ MLA തന്നെ അവർക്കെതിരായിട്ട് ആക്ഷേപമായിട്ട് വരികയാണ്. അവര് പ്ലാസ്റ്റർ ഇട്ടത് ഞങ്ങൾ എല്ലാവരും അവിടെ ഉള്ളപ്പോഴാണ്, ആശുപത്രിയിലുള്ളപ്പോഴാണ്. അവരെ വേദന സഹിക്കാൻ വയ്യാതെയാണ് ആശുപത്രിയിലേക്ക് വന്നത്. തന്റെ ചികിത്സാ വിവരങ്ങൾ CPM നേതാക്കൾക്ക് ലഭിക്കുന്നത് എങ്ങനെയെന്ന് KK രമ MLA. ചികിത്സ സംബന്ധിച്ച വ്യക്തി വിവരങ്ങൾ ചോരുന്നത് ഗുരുതരമായി കാണണം. ഒരു MLA മറ്റൊരു MLAയെ പരിഹസിച്ച് FB പോസ്റ്റ് ഇട്ടത് ആസൂത്രിതമാണ്. ആരെങ്കിലും ആവശ്യപ്പെടുന്ന പ്രകാരമാണോ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ നൽകുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. ആക്രമണം അഴിച്ചുവിട്ടത് പ്രതിപക്ഷമാണെങ്കിൽ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും രമ ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. നിയമസഭയിലുണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച് ഇപ്പോൾ KK രമ MLA സച്ചിൻ ദേവ് MLAക്കെതിരെ ഒരു സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു MLA മറ്റൊരു MLAക്ക് ഒരു സൈബർ സെല്ലിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ദിവസം നിയമസഭയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ അപകീർത്തികരമായ ഒരു പോസ്റ്റാണ് ബഹുമാനപ്പെട്ട സച്ചിൻ ദേവ് MLA കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ. അതും വിവിധ സമയങ്ങളിൽ ഉള്ള എടുത്ത ഫോട്ടോസ് എടുത്ത് തെറ്റായ സമയം കൊടുത്തു ആളുകളിലേക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രൂപത്തിൽ ഒരു MLA എന്ന നിലയ്ക്ക് എന്നെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകളാണത്, എൻ്റെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട്.
ആ പോസ്റ്റിന് ശേഷമാണ് മുഴുവൻ സൈബർ ഇടങ്ങളും അത് ഏറ്റുപിടിച്ച് എനിക്കെതിരെ ആ നിമിഷം തൊട്ട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷം വരെ. സച്ചിൻ ദേവ് എംഎൽഎ മാത്രമല്ല, ഇടതുപക്ഷ സൈബർ ഇടം മാത്രമല്ല, ഇപ്പോൾ MV ഗോവിന്ദനും കളവ് പറയരുത് എന്നാണ് ഇപ്പോൾ KK രമയോട് പറഞ്ഞിട്ടുള്ളത്. കളവ് കാണിക്കരുത്, ഇതിൽ പൊട്ടലില്ല എന്നാണ് MV ഗോവിന്ദനും പറയുന്നത്. എന്താണ് മറുപടി? അല്ല, അത് പറയേണ്ടത് ഞാനല്ല, ഡോക്ടറാണ്. എനിക്ക് പരിക്കുപറ്റി, ആ സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്കുപറ്റി ഞാൻ ഇവിടുത്തെ നിയമസഭയിലെ ക്ലിനിക്കിലാണ് ആദ്യം കാണിക്കുന്നത്. അവിടുത്തെ ഡോക്ടർ നോക്കി എനിക്ക് എൻ്റെ കയ്യിൽ നീര് വന്ന സമയത്ത് അവർ സ്ലിംഗ് ഇടുകയാണ്. അതിനുശേഷം അവർ റെഫർ ചെയ്യാണ് ഗവൺമെൻറ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഡോക്ടർ പറഞ്ഞത് പ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറാണത് തീരുമാനിക്കുന്നത്. ആ കള്ളം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാനല്ല, ആ പ്രചരണം എനിക്കെതിരെയല്ല, ഡോക്ടർക്കെതിരെയാണ്. ഈ ഒരുപാട് ഡോക്യുമെന്റ്സ്, അതായത് എക്സ്റേ അടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ആളുടെ വ്യക്തി വിവരങ്ങൾ അടങ്ങുന്ന ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നത്? അതെ, അതാണ് പരിശോധിക്കേണ്ടത്. ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്ന് വ്യക്തികളുടെ വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഇത് യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ എനിക്കറിയില്ല, യഥാർത്ഥത്തിലാണോ വ്യാജമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ അതെങ്ങനെ പുറത്തുപോയി? സർക്കാർ ആശുപത്രികളിൽ നിന്നും ഇത്തരം വ്യക്തികളുടെ ഡേറ്റകൾ പുറത്തു പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് വളരെ ഗൗരവമാണ്, അത് പരിശോധിക്കണം, അത് അന്വേഷിച്ച് നിയമ നടപടിയിലേക്ക് പോകേണ്ടതാണ്. ബ്രഹ്മപുരം വിഷയത്തിൽ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും പിഴയടയ്ക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വീഴ്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം, പണം ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിൽ ഉത്തരവാദികളായ ആളുകൾ അവരാണ് ഈ പണം കൊടുക്കേണ്ടതെന്ന്. നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് ഗ്രീൻ ട്രൈബ്യൂണലിൽ ഈ പിഴ അടയ്ക്കാൻ പറ്റില്ല. നമ്മളാണോ കുറ്റക്കാർ? ജനങ്ങളാണോ കുറ്റക്കാർ? അത് ഉത്തരവാദികളായ ആളുകൾ. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചതുപോലെ ആർക്കാണ് അക്കൗണ്ടബിലിറ്റി, ആർക്കാണ് ഉത്തരവാദിത്വം? ഇതൊരു ക്രൂരമായ കൃത്യമാണ്. സ്വർണ്ണവിലയിൽ കുതിപ്പ് തുടരുന്നു. ഇന്ന് പവന് 1200 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 150 രൂപയുടെ വർധനവാണുണ്ടായത്. 44,240 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. കണ്ണൂർ ആറളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ. ആറളം ഫാമിനെയും ആദിവാസി മേഖലയിലെ മനുഷ്യരെയും കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. LDFും UDFും BJPയും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ 6 തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 4 വരെയാണ്. ഇന്നലെ ആറളം ഫാമിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവ് രഘു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പാലക്കാട് കല്ലേപ്പുള്ളി മിൽമ പ്ലാന്റിലെ കൂളിംഗ് ടവറിൽ നിന്നും അമോണിയം വാതകം ചോർന്നതായി നാട്ടുകാർ. കുട്ടികൾ ഉൾപ്പെടെ 10ലധികം പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. എന്നാൽ സംഭവത്തിൽ ആശങ്കപ്പെടാനില്ലെന്നും കൂളിംഗ് ടവറിലെ അമോണിയം പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതാണെന്നും അധികൃതർ പറഞ്ഞു. പാലക്കാട് കല്ലേപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന മിൽമ പ്ലാന്റിലെ കൂളിംഗ് ടവറിൽ നിന്നാണ് അമോണിയം വാതകം ചോർന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുട്ടികൾ ഉൾപ്പെടെ 10ലധികം പേർക്ക് അസ്വസ്ഥതകൾ ഉണ്ടായി. ഇവർക്ക് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി. കണ്ണെരിച്ചിലുണ്ടായിരുന്നു, വയറുവേദന ഉണ്ടായിരുന്നു, ഛർദിയൊക്കെ വരാൻ നിന്നു. എനിക്ക് ശ്വാസം മുട്ടലും വയറുവേദനയും ഉണ്ടായിരുന്നു. ഇത് 4 മണി മുതൽ സ്റ്റാർട്ടിങ് ഇങ്ങനെ മണം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം 4 മണിക്ക് ഞാനിത് ഇവിടെ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാ കുട്ടികൾ സ്കൂൾ വിട്ട് വന്നത്, അവരിനെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയച്ചു വിട്ടു. പിന്നെ ഞാൻ മാത്രമേ തനിച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നിട്ട് ഇത് 4-5 പ്രാവശ്യം അവിടെ പോയി പറഞ്ഞു. മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ജനവാസ മേഖലയോട് ചേർന്ന കൂളിംഗ് പ്ലാന്റ് മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 30 മീറ്റർ പോലും ഇല്ല ഈ വീടും ഇതിലും തമ്മിൽ. ഇതിൻ്റെ മറുവശത്ത് താമസം കുറവാണ്, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഒന്നെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കുക. അതിന് കാലതാമസമോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ആ സമയത്തിന് അത്രയും ഈ അമോണിയ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാറ്റോ മണമോ ഈ കുട്ടികളിലെ ശരീരങ്ങൾക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മിൽമ അധികൃതർ വ്യക്തമാക്കി. കൂളിംഗ് ടവറിലെ അമോണിയം പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിച്ചതാണെന്നും എല്ലാ സുരക്ഷാ മുൻകരുതലും സ്വീകരിച്ചിരുന്നതായും അധികൃതർ പറഞ്ഞു. പാലായതുകൊണ്ട് എല്ലാ ദിവസവും നമുക്ക് പ്രോസസ്സ് ചെയ്തേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ചെക്ക് ചെയ്തിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കംപ്ലീറ്റ് അമോണിയ എല്ലാം ആ ലൈനിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ ചെറിയ രീതിയിലുള്ള സ്മെല്ല് ഈ പരിസരത്ത് ഉണ്ടാവും. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാറ്റ് കൊണ്ടുള്ള ഇതായിരിക്കാം.
തൊട്ടടുത്തുള്ള വീട്ടിൽ കുട്ടികൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാംചരണും പിതാവ് ചിരഞ്ജീവിയും ഡൽഹിയിൽ വെച്ചാണ് അമിത്ഷായെ കണ്ടത്. ഇന്ത്യൻ സിനിമയിലെ 2 അഭിമാന സ്തംഭങ്ങളെന്നാണ് ഇരുവരെയും അമിത്ഷാ വിശേഷിപ്പിച്ചത്. സന്ദർശനവേളയിൽ എടുത്ത ചിത്രങ്ങൾ അമിത്ഷാ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹ ആഘോഷങ്ങളിൽ നിന്നുള്ള NSSന്റെ പിന്മാറ്റം വിവാദമാക്കേണ്ടതില്ലെന്ന് മന്ത്രി വി. എൻ. വാസവൻ. NSS പങ്കെടുക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആഗ്രഹം. അവർ മറ്റൊരു നിലപാട് സ്വീകരിച്ചു. അത് സർക്കാരിനോടുള്ള വിയോജിപ്പായി കാണുന്നില്ല. NSSന്റെ നവോത്ഥാന സംഭാവനകൾ എക്കാലത്തും ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ല, അദ്ദേഹം അവർ തീരുമാനിച്ച് വരേണ്ട കാര്യമാണ്. അദ്ദേഹം ഇതിനോട് നിസ്സഹകരിക്കുന്നില്ല, പങ്കെടുക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ, നിസ്സഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മരണത്തിന്റെ പാത പിന്തുടരുന്നു അദ്ദേഹം അസംയുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതല്ലേ നമ്മുടെ ആഗ്രഹം അതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചത്. അപ്പോൾ ആ കാര്യത്തിൽ അവരുടെ നിലപാട് അവർ പറഞ്ഞു. ആ കാര്യത്തിൽ അത് പറയാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവർക്കുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും വിവാദമാക്കേണ്ട ഒരു വിഷയമല്ല. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ നീക്കം ശക്തമാക്കി വിമത വിഭാഗം. ആലഞ്ചേരി മേജർ ആർച്ച് ബിഷപ്പ് പദവി രാജിവെച്ച് മാറി നിന്ന് വിചാരണ നേരിടണമെന്ന് വിശ്വാസി കൂട്ടായ്മയായ അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുഴുവൻ കേസുകളിലും കർദിനാൾ ആലഞ്ചേരി കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ഇപ്പോഴും മേജർ ആർച്ച് ബിഷപ്പ് പദവിയിൽ തുടരുന്ന ഒരു വ്യക്തി ആ പദവിയിലിരുന്നു കൊണ്ട് കോടതിയിൽ വിചാരണ നേരിടുന്നത് സിറോ മലബാർ സഭയിലെ മുഴുവൻ വിശ്വാസികളെയും ക്രൈസ്തവരെയും അപമാനിക്കലാണെന്ന് വിമത വിഭാഗം പറയുന്നു. കർദിനാൾ ആലഞ്ചേരി സ്വയം മാറി നിൽക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടി വത്തിക്കാനും സിറോ മലബാർ സഭ സിനഡും സ്വീകരിക്കണമെന്ന് പാസ്റ്ററൽ കൗൺസിൽ ജനറൽ സെക്രട്ടറി പി ജറാത്ത് പറഞ്ഞു. എനിക്കെതിരെ എന്തെല്ലാം വിധിയുണ്ടായാലും ഞാൻ കടിച്ചു തൂങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന ഈ ധാർഷ്ട്യം ഇത് കേരള സഭയ്ക്കും ആഗോള കത്തോലിക്ക സഭയ്ക്കും വളരെ നാണക്കേടുണ്ടാക്കുന്നതാണ്. ആ നാണക്കേടിൽ നിന്ന് ഈ കത്തോലിക്ക സഭയെയും ഈ കേരളത്തിലെ സീറോ മലബാർ സഭയെയും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അന്തസ്സോടുകൂടി രാജിവെച്ച് തന്റെ മാന്യത തെളിയിക്കാനുള്ള മര്യാദ കാണിക്കാൻ ആലഞ്ചേരി തയ്യാറാകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അൽമായ മുന്നേറ്റം അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ എറണാകുളം ബിഷപ്പ് ഹൌസിന് മുന്നിൽ വിശ്വാസികൾ കർദിനാൾ ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിനാണ് അൽമായ മുന്നേറ്റം ഒരുങ്ങുന്നത്. ന്യൂസ് 18 കൊച്ചി. വേനൽ ചൂടിൽ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖല ചുട്ടുപൊള്ളുന്നു. പുനലൂരിൽ ഇന്നലെ 39 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ കനത്ത ചൂടാണ് ഇത്തവണ പുനലൂരിൽ. ചൂട് കനത്തതോടെ നഗരത്തിലെ കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. വേനൽ ചൂടിന്റെ കണക്കെടുപ്പിൽ പതിവ് തെറ്റിച്ച് പാലക്കാടിനെയും കടത്തിവെട്ടി പുനലൂർ വെന്തുരുകുകയാണ്. ഉച്ചസമയത്ത് പുറത്തിറങ്ങാൻ ഭയക്കും വിധമാണ് ചൂട്. ഇതോടെ രാവിലെ 10 മണി കഴിഞ്ഞാൽ പതിവ് തിരക്കുമില്ല. കത്തുന്ന വേനലിനെ തോൽപ്പിച്ച് വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് ഇരട്ടി ദുരിതമാണ്. ആൾക്കാർ വന്നില്ല, കച്ചവടത്തിലേയും കച്ചവടമും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടില ഇരിക്കും. വെയിൽ താങ്ങ മുടിയല. 11 മണിക്ക് ശേഷം റോഡിലൊന്നും ആരുമില്ല. 3 മണി വരെ റോഡിൽ ആരുമില്ല. കാരണം കച്ചവടത്തെ ബാധിക്കുന്നു, വണ്ടിക്കാരെ ബാധിക്കുന്നു, യാത്രക്കാരെ ബാധിക്കുന്നു. അതുള്ള ചൂടിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘദൂര സർവീസുകൾ ഒഴികെയുള്ള KSRTC ബസ്സുകളിലും പ്രൈവറ്റ് ബസ്സുകളിലും തിരക്കൊഴിഞ്ഞിട്ട് ദിവസങ്ങളായി. നഗരത്തിൽ തിരക്കൊഴിഞ്ഞതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ മറ്റൊരു വിഭാഗമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ചൂട് കാരണം ആളെ ഇറങ്ങുന്നില്ല ടൗണിൽ. ഓട്ടം വളരെ മോശമാണ്. ഞങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്. ഞങ്ങളിങ്ങനെ വെയിലും കൊണ്ട് ഇവിടെ കിടക്കുക. ആരെങ്കിലും വിളിക്കുന്നോ എന്ന് നോക്കി, ആരും വിളിക്കുന്നതും ഇല്ല. വ്യാഴാഴ്ച 38 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. ഇന്നലെ ഒരു പടി കൂടി കടന്ന് 39 ഡിഗ്രിയിലെത്തി. വേനൽ മഴ എത്തുമെന്ന പ്രതീക്ഷ വൈകുന്നേരത്തെ ഇടിമിന്നലിൽ അവസാനിച്ചു. വേനൽക്കാലത്തെ കനത്ത ചൂടും മഴക്കാലത്തെ പേമാരിയും പുനലൂരിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഈ സവിശേഷമായ കാലാവസ്ഥയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഒരു പഠനവും നടന്നിട്ടില്ലെന്നാണ് പുനലൂരുകാരുടെ പ്രധാന പരാതി. ന്യൂസ് 18 കൊല്ലം. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും മെത്രാനായിരുന്നു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട്. സജിത്ത്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ?
ആര്യ 1:17 കൂടിയാണ് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു മാർ ജോസഫ് പൗത്തിൽ. തുടർന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് ആരോഗ്യനില കൂടുതൽ ഗുരുതരമാവുകയും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. 1:17 കൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു. കത്തോലിക്ക സഭയുടെ നഷ്ടം മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ നഷ്ടമായി തന്നെ മാർ ജോസഫ് പൗത്തിൻ്റെ വിയോഗത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അത്രയധികം നവീന ആശയങ്ങളും കേരളത്തിൻ്റെ പൊതുജീവിതത്തിൻ്റെ ഇടപെടലുകളും നടത്തിയ വ്യക്തിയാണ് മാർ ജോസഫ് പൗത്തിൽ എന്നതാണ് പ്രത്യേകത. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ വിവിധ കാലങ്ങളിൽ നടത്തിയ ഇടപെടൽ കൊണ്ടുകൂടിയാണ് ജോസഫ് പൗത്തിൽ ഒരു ക്രൈസ്തവ സഭയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രാതിനിധ്യവും ഇടപെടലുകളും വർദ്ധിപ്പിച്ചതെന്നാണ് ശ്രദ്ധേയം. 1985 മുതലാണ് അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചുമതലയിലേക്ക് വരുന്നത്. അതോടുകൂടി തന്നെ കത്തോലിക്ക സഭയുടെ പ്രധാന സ്വാധീനമുള്ള ഒരാളായി അദ്ദേഹം മാറിയെന്നാണ് പ്രത്യേകത. ഇന്റർ ചർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ എന്ന കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട സമിതിയുടെ അധ്യക്ഷനായി അദ്ദേഹം ദീർഘനാളുകൾ പ്രവർത്തിച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതിനോടനുബന്ധിച്ചാണ് അന്നത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ ഇടപെടലുകളും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് നിരന്തരം പൊതുസമൂഹത്തിലും ഇടപെടുന്ന ഒരു വ്യക്തിയായി മാർ ജോസഫ് പൗത്തിൽ മാറിയിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. പലപ്പോഴും അന്ന് കാലാകാലങ്ങളിലുള്ള സർക്കാരുകൾക്കെതിരെ നിരന്തരമായി സംവദിക്കുന്നതിനും മാർ ജോസഫ് പൗത്തിൽ തയ്യാറായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ സർക്കാരുകൾക്ക് മുന്നിലും വലിയ തരത്തിലുള്ള തിരുത്തൽ ശേഷിയുള്ളതായി മാറിയിരുന്നതും പ്രത്യേകതയാണ്. എന്തായാലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ എന്നതിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തി എന്ന രീതിയിലാണ് മാർ ജോസഫ് പൗത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടം അടയാളപ്പെടുത്തിയിരുന്നത്. 1977 ഫെബ്രുവരി 26 കാഞ്ഞിരപ്പള്ളി രൂപത സ്ഥാപിക്കപ്പെട്ടപ്പോൾ രൂപതയുടെ പ്രഥമ ബിഷപ്പായി അദ്ദേഹം നിയമിതനായി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. 1977 മെയ് 12 ഈ സ്ഥാനോഹരണം നടന്നത്. പിന്നീട് 1985 നവംബർ 5 അദ്ദേഹം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായി നിയമിതനായത്. 86 ജനുവരി 17 സ്ഥാനാരോഹണം നടന്നു. 22 വർഷക്കാലം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വലിയ വളർച്ചയ്ക്ക് വേണ്ടി ദർശിത്വമുള്ള ഇടപെടലുകൾ നടത്തിയ വ്യക്തിയായിരുന്നു ജോസഫ് പൗത്തിൽ എന്നതാണ് അദ്ദേഹത്തിനെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വിലയിരുത്താനാവുന്നത്. പിന്നീട് അദ്ദേഹം ഈ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചു. 1993 മുതൽ 1996 വരെ KCBCയുടെ പ്രസിഡന്റായും 94 മുതൽ 98 വരെ CBCAയുടെ പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2007 മാർച്ച് 19 മാർ ജോസഫ് പൗത്തിൽ വിരമിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി മാർ ജോസഫ് പെരുന്തോട്ടം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായി ചുമതലയേൽക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ബിഷപ്പ് എമിരിറ്റസ് എന്ന പ്രത്യേക സ്ഥാനം വഹിച്ചുകൊണ്ട് വിശ്രമ ജീവിതം നയിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 92-ാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇത്ര ശക്തമായ ഇടപെടൽ നടത്തിയ ഒരു കത്തോലിക്ക വൈദികനുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം അത്ര വലിയ വിശാല വീക്ഷണമുള്ള, വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല കത്തോലിക്ക സഭയുടെ, ക്രൈസ്തവ സഭയുടെ ഇനി അങ്ങോട്ടുള്ള ഭാവി ഇടപെടൽ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഇനി അതിൻ്റെ പ്രസക്തി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വളരെ വിശദമായി സംസാരിക്കാനും വളരെ ദീർഘവീക്ഷണത്തോടെ നിലപാടുകൾ എടുക്കാനും കഴിഞ്ഞിരുന്ന വ്യക്തിയായിരുന്നു മാർ ജോസഫ് പൗത്തിൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം കൂടുതൽ പ്രത്യേകത ആക്കുന്നത്. എന്തായാലും മാർ ജോസഫ് പൗത്തിൻ്റെ വിയോഗം അത് കത്തോലിക്ക സഭയുടെ നഷ്ടം മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ നഷ്ടമായി കൂടി മാറുന്നു. ആര്യ, 22 വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച വ്യക്തിത്വമാണ് വിട വാങ്ങിയിരിക്കുന്നത്. 1972 ജനുവരി 29 ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായ മെത്രാനായി നിയമിതനായ മാർ പൗലത്തിലിനെ 1972 ഫെബ്രുവരി 13 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് പോൾ 6 മാർപ്പാപ്പ മെത്രാനായി അഭിഷേകം ചെയ്തത്. ഇപ്പോൾ ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ 22 വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയെ നയിച്ച വ്യക്തി, അദ്ദേഹത്തിന്റെ വിയോഗം ഒരിക്കലും ആഗോള കത്തോലിക്ക സഭയുടെ വിയോഗം നഷ്ടം മാത്രമല്ല, അത് പൊതുസമൂഹത്തിന്റെ കൂടി നഷ്ടമാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകളെ? സീറോ മലബാർ സഭയുടെ ആസ്ഥാനം, കർദിനാൾ പദവി ഉൾപ്പെടെയുള്ള
പദവികൾ ഇതെല്ലാം എറണാകുളം, അങ്കമാലി അതിരൂപതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളതെങ്കിലും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ സവിശേഷമായ പ്രാധാന്യവും സ്ഥാനവുമുണ്ട്. വളരെ പ്രശസ്തരായ, പ്രമുഖരായ, സമാദരണീയരായ സഭാ മേലധികാരികളെ സംഭാവന നൽകാൻ ചങ്ങനാശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പഴയ മാത്യു കാവുകാട്ട് തുടങ്ങിയ പേരുകളൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. പൗത്തിൽ തിരുമേനി വളരെ സാത്വികനാണ്, അതേസമയം പണ്ഡിതനാണ്. ആ അറിവ് സമ്പാദിക്കുന്നതിനും അറിവ് നേരായ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിനും അത് സഭയുടെ പ്രബോധനത്തിന് അനുകൂലമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിനുമൊക്കെ അദ്ദേഹത്തിന് അസാമാന്യമായ പ്രാപ്തിയും കഴിവും ഉണ്ടായിരുന്നു. നമുക്ക് ബഹുമാനിക്കാൻ തോന്നുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ സഭാ മേലധികാരികളുടെ ഒക്കെ പല പ്രവർത്തികളുടെ ഒക്കെ പേരിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് അവർ വിധേയരാകുന്നു. വിശ്വാസികൾ തന്നെ അവർക്കെതിരെ നിൽക്കുന്ന അവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ എല്ലാവർക്കും സമാദരണീയനായ രീതിയിൽ എല്ലാവരുടെയും ആദരവ് സ്വാഭാവികമായ രീതിയിൽ ആർജിച്ചുകൊണ്ട് സഭയെ നയിച്ച പിതാവായിരുന്നു പൗത്തിൽ തിരുമേനി. 22 വർഷം അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മേധാവി എന്ന നിലയിൽ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് വലിയ തോതിലുള്ള സംഭാവന നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദേഹവിയോഗത്തിൽ സഭാവിശ്വാസികൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനുമൊപ്പം ഞാനും എന്റെ നിർവ്യാജമായ ഖേദം രേഖപ്പെടുത്തുന്നു. വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സ്റ്റീഫൻ ആലത്ര ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സ്റ്റീഫൻ ആലത്ര, പൗത്തിൽ തിരുമേനിയുടെ ഫാദർ സ്റ്റീഫൻ ആലത്ര, പൗത്തിൽ തിരുമേനിയുടെ വിയോഗം എങ്ങനെ അദ്ദേഹത്തിന്റെ നാടിനും സമൂഹത്തിനും അതോടൊപ്പം സഭയ്ക്കും നൽകിയിട്ടുള്ള സംഭാവനകളെ ഓർത്തെടുക്കുന്ന ഈ നിമിഷം? അത്യധികം വേദനയോടെയും ദുഃഖത്തോടും കൂടിയാണ് അഭിമന്യ പൗത്തിൽ പിതാവിന്റെ ദേഹവിയോഗത്തെ കുറിച്ച് ഉള്ള വാർത്ത അറിഞ്ഞത്. ചരിത്രപരമായി തന്നെ ഭാരതത്തിലെ കത്തോലിക്ക സഭയ്ക്ക് വലിയ സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാവത്തിൽ. ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായിട്ട് 2 വർഷക്കാലം തുടർച്ചയായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടുണ്ടായി. മെത്രാന്മാര്, ആ കാലഘട്ടത്തിലെ മെത്രാന്മാര് അദ്ദേഹത്തിൽ അർപ്പിച്ച വിശ്വാസമാണ്. അതുകൊണ്ടാണ് 2 വട്ടം തുടർച്ചയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയും ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി ഭാരതസഭയെ നയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ KCBCയുടെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായിട്ട് അത് സേവിച്ചിട്ടുണ്ട്. ഏകദേശം 30 വർഷക്കാലത്തിലധികം അദ്ദേഹം കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ KCBCയുടെ വിദ്യാഭ്യാസ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്നു. കാരണം അദ്ദേഹം വന്നത് ഒരു വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. കാരണം ഏറെ നീണ്ട വർഷക്കാലത്തോളം ബെർക്കുമെൻസ് കോളേജിന്റെ വാർഡനായിട്ടും അവിടുത്തെ പ്രൊഫസറായിട്ടും എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉണ്ടായിട്ട് മദ്രാസ് കോളേജിൽ നിന്നെല്ലാം ലയോള കോളേജിൽ നിന്നെല്ലാം പഠിച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള കോൺട്രിബ്യൂഷൻ വളരെ നിസ്തുലമാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയിൽ അദ്ദേഹം നീണ്ടകാലം അതിന്റെ ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്റർ ചർച്ച് കൗൺസിലിന് അദ്ദേഹം തുടക്കമിടുക. കേരളത്തിലെ എല്ലാ ക്രൈസ്തവ മെത്രാന്മാരുടെയും ഒരു സമിതിയായ ഇന്റർ ചർച്ച് കൗൺസിലിന് അദ്ദേഹം തുടങ്ങി. പ്രത്യേകിച്ച് സ്വയാശ്രയ വിദ്യാഭ്യാസ കാലഘട്ടം വന്ന പ്രശ്നങ്ങളുടെ സമയത്തെല്ലാം കത്തോലിക്ക സഭയ്ക്ക് ഒരു നേതൃത്വം നൽകി, വിദ്യാഭ്യാസപരമായ നേതൃത്വം നൽകിയിരുന്നത് ആർച്ച് ബിഷപ്പ് ജോസഫ് പാവത്തിലായിരുന്നു. ഒത്തിരിയേറെ ടെൻഷനും ഒത്തിരിയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ വിദ്യാഭ്യാസ അന്ന് കത്തോലിക്ക സഭ എടുത്ത നിലപാടുകളെല്ലാം ശരിയായിരുന്നു. മാർ പാവത്തിൽ മുന്നോട്ട് വെച്ച പല നിലപാടുകളും ശരിയായിരുന്നു. നമുക്ക് സ്വയാശ്രയ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ വേണമെന്നുള്ള ചിന്താഗതി നമുക്കുണ്ട്. അത് അദ്ദേഹം അന്ന് തുടക്കത്തിൽ അത് മുന്നോട്ട് വെച്ചതാണ്. അതുപോലെ തന്നെ മറ്റു സഭകളുമായുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധം, പ്രത്യേകിച്ച് ഇന്റർ ചർച്ച് കൗൺസിലിന്റെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മെത്രാന്മാരെ പോയി കാണുമ്പോൾ ആ മെത്രാന്മാർ കൊടുത്തിട്ടുള്ള ഊഷ്മളമായ ഓർത്തഡോക്സ് സഭയിലായാലും യാക്കോബ സഭയിലായാലും മർത്തോമൈറ്റ് സഭയിലായാലും അതല്ല എങ്കിൽ CSI സഭയിലായാലും മെത്രാന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുത്ത ഊഷ്മള ബന്ധം. അദ്ദേഹം ഇന്റർ ചർച്ച് കൗൺസിലിന്റെ പ്രസിഡന്റ് കാലഘട്ടത്തിൽ ഈ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഏകദേശം എല്ലാ മെത്രാന്മാരും വരുമായിരുന്നു. അതൊരു വ്യക്തിബന്ധം കൊണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്ത് മാറിയ ശേഷം അത്ര രീതിയിലൊരു വിജയിച്ച രീതിയിലൊരു പ്രാതിനിധ്യം ഇന്റർ ചർച്ച് കൗൺസിലിന്റെ യോഗങ്ങളിൽ ഉണ്ടായിട്ടില്ല. POCയിൽ ആ യോഗങ്ങൾ നടക്കുമ്പോൾ അതൊരു അദ്ദേഹം മറ്റു സഭകളുമായിട്ടും മറ്റു മതസ്ഥരുമായിട്ടും വളരെ ഊഷ്മള ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ തന്നെ 40 വയസ്സുകളിൽ തന്നെ മെത്രാനാവുകയും
ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഓക്സിലറി ആവുക, തുടർന്ന് അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനാവുക, പിന്നീട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് സീറോ മലബാർ സഭയുടെ ആ ഒരു തനിമയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്ത വ്യക്തി. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഭാരതത്തിലെ കത്തോലിക്ക സഭയ്ക്കും കേരളത്തിലെ സഭയ്ക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല അദ്ദേഹം ചെയ്ത ഒരു വലിയ നഷ്ടം തന്നെയാണ്. അതീവ വേദനയോടെയും ദുഃഖത്തോടും കൂടിയാണ് ഈ വാർത്ത അറിയാനായിട്ട് സാധിച്ചത്. ശരി, വളരെ നന്ദി ശ്രീ ഫാദർ സ്റ്റീഫൻ ആലത്ര ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിനും അദ്ദേഹത്തെ അനുസ്മരിച്ചതിനും. ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിൽ വിടവാങ്ങിയിരിക്കുന്നു. 92 വയസ്സായിരുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയുടെയും മെത്രാനായിരുന്നു. 22 വർഷക്കാലം അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തലപ്പത്ത് ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ്. ദീർഘദർശിയായിരുന്ന, പുരോഗമന ചിന്താഗതികൾ മുന്നോട്ട് വെച്ചിരുന്ന, അത്തരത്തിലുള്ള ചിന്താഗതികൾ പുലർത്തിയിരുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ജി സുകുമാരൻ നായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ജി സുകുമാരൻ നായർ, പൗവത്തിൽ പിതാവിൻ്റെ വിയോഗം ഈ ഒരു നിമിഷം എങ്ങനെ അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നു? പിതാവിന്റെ വിയോഗത്തില് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ഇവിടെ ഈ സ്ഥാനങ്ങളിൽ വന്ന ആ കാലം മുതൽക്ക് തന്നെ നായർ സർവീസ് സൊസൈറ്റിയുമായിട്ടും ശ്രീ മന്നനാഥൻ അടക്കമുള്ള ആളുകളുമായിട്ടും നല്ല ബന്ധം പുലർത്തി പോന്നിരുന്ന ഒരു മഹാനായിരുന്നു. നിലപാടുകളിൽ നിന്നും ഉറച്ച് കർക്കശമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സമുദായത്തിനും സമൂഹത്തിനും ഗുണകരമായ വിഷയങ്ങളിലൊക്കെ അദ്ദേഹം അഭിപ്രായം പറയുകയും ഇടപെടുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വേർപാട് വളരെ ഒരു തീരാ നഷ്ടം തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന്റെ ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. തീർച്ചയായും വളരെ നന്ദി ശ്രീ ജി സുകുമാരൻ നായർ ഈ നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ജാതിഭേദ മത ഭേദമൊന്നുമില്ലാതെ ഏവർക്കും വളരെ പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിത്വമായിരുന്നു പൗവത്തിൽ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്തയോട് എല്ലാവരും വളരെ അതീവ ദുഃഖത്തോടു കൂടിയിട്ടാണ് പ്രതികരിക്കുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ അധ്യക്ഷനും ദേശീയ കത്തോലിക്ക മെത്രാൻ സമിതി, കേരള കത്തോലിക്ക മെത്രാൻ സമിതി എന്നിവയുടെ പ്രസിഡന്റുമായിരുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസ് പൗവത്തിലാണ് ഇപ്പോൾ നമ്മോട് വിട വാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗം തീർച്ചയായും സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, അത് സമൂഹത്തിന് ഒന്നാകെ അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെ വലിയ നഷ്ടമാണ് നൽകുന്നത്. ടി ജി സജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നാണ് കരുതുന്നത്. സജിത്ത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, നാൾവഴികൾ, സഭയ്ക്കകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുകൾ, സംഭാവനകൾ എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? നേരത്തെ ആര്യ നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതൊരു കത്തോലിക്ക സഭയുടെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെയോ മാത്രം നഷ്ടമല്ല, ഇത് കേരള പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണ് ജോസഫ് പൗവത്തലിനെ പോലെ. കാരണം അത്ര അധികം ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെട്ട വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ എല്ലാവരും അനുസ്മരിക്കുന്നത്. നമ്മൾ അല്പം മുമ്പ് കേട്ട പ്രധാന വ്യക്തികളൊക്കെ അനുസ്മരിച്ചതും അദ്ദേഹത്തിൻ്റെ ആ രംഗത്തെ വിശദമായ പ്രവർത്തനങ്ങൾ ചൂണ്ടിപ്പറഞ്ഞുകൊണ്ടായിരുന്നു. ജി സുകുമാരൻ നായരൊക്കെ അനുസ്മരിക്കുന്നതും പലപ്പോഴും കത്തോലിക്ക സഭയും NSS പോലെയുള്ള സംഘടനകളുമൊക്കെയായി ചേർന്ന് കണ്ടുള്ള പ്രവർത്തനം. നമുക്കറിയാം, കത്തോലിക്ക സഭയ്ക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, NSSനുണ്ട്, മറ്റു സമുദായ സംഘടനകൾക്കൊക്കെയുണ്ട്. ഇവയെല്ലാം ചേർന്നുകൊണ്ട് എയ്ഡഡ് സ്ഥാപനങ്ങളിലെ എല്ലാം പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കാലാകാലങ്ങളിൽ കൃത്യമായി നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു, ജോസഫ് പൗവത്തലിന് കഴിഞ്ഞിരുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ള ഒരു കാര്യം. അതുകൂടി തന്നെ വളരെ പ്രസക്തമാണ് അദ്ദേഹം കാലാകാലങ്ങളിൽ അദ്ദേഹം നടത്തിയിരുന്ന ഇടപെടലുകൾ. മറ്റൊന്ന്, പലപ്പോഴും സാധാരണ ഈ കത്തോലിക്ക സഭ പുരോഹിത രംഗത്തൊക്കെ വരുന്നവർ സഭയും അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ് പതിവ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി പൊതുസമൂഹത്തിൽ ഇടപെടൽ നടത്തിക്കൊണ്ട് വേണ്ടത്ര രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തോടെ നിന്ന വ്യക്തി കൂടിയാണ് ജോസഫ് പൗവത്തിൽ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും വലിയ നഷ്ടമാണ് അത്
കത്തോലിക്ക സഭയുടെ മാത്രമല്ല കേരള പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ നഷ്ടമായി കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ നമുക്ക് വിലയിരുത്താം. തീർച്ചയായും സജിത്ത്, നവോത്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ചിരുന്ന വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം മറ്റ് സമൂഹത്തിന് ആവശ്യമായ പല മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഭാവനകൾ നൽകിയ ചങ്ങനാശ്ശേരി മുൻ ആർച്ച് ബിഷപ്പ് 22 വർഷക്കാലം ചങ്ങനാശ്ശേരി രൂപതയെ നയിച്ച ബിഷപ്പ് ജോസഫ് പൗവത്തിൽ വിടവാങ്ങിയിരിക്കുകയാണ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.